സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. അന്യോന്യം സ്നേഹിക്കുന്നത് അല്ലാതെ ആരുടെ ഒന്നും കടപ്പെട്ടിരിക്കരുത്. റോമർ 13-8 വാക്യം. മറ്റുള്ളവരോട് ചേർന്ന് നടക്കുക എന്നതാണ് അപ്പോസ്തലനായ പൗലോസ് റോമിലേക്കുള്ള സഭയ്ക്ക് കൊടുത്ത നിർദ്ദേശങ്ങൾ മുൻപന്തിയിൽ നിൽക്കുന്നത്. അതേ അവസാനത്തെ 5 കൽപ്പനകൾ ഇങ്ങനെ ക്രോഡീകരിച്ചു: കൂട്ടുകാരൻ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. റോമർ 13-9 വാക്യം. മറ്റുള്ളവരോട് ചേർന്ന് നടക്കുക എന്നതിൻ്റെ പ്രധാന വാക്യം 8 നമുക്ക് കാണുവാൻ സാധിക്കും. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. ആരെങ്കിലും തകർന്നിരിക്കുമ്പോൾ അവരെ ശകാരിപ്പാൻ ശ്രമിക്കരുത്, നിങ്ങൾക്കത് കഴിയില്ല. ആരെങ്കിലും വേദനിക്കുമ്പോൾ അവർ വേദന എടുത്തു മാറ്റാൻ ശ്രമിക്കരുത്, നിങ്ങൾക്ക് കഴിയില്ല. പകരം അവർക്ക് വേദനിക്കുമ്പോൾ അവരോടൊപ്പം ചേർന്ന് നടന്ന് അവരെ സ്നേഹിക്കുക, നിങ്ങൾക്ക് കഴിയും. കാരണം ചിലപ്പോൾ ആളുകൾക്ക് അവർ ഏകരല്ല എന്നറിഞ്ഞുകൊണ്ട് മാത്രം മതി. നമുക്ക് മുറിവേൽക്കുമ്പോഴും വേദന അനുഭവിക്കുമ്പോഴും നമ്മുടെ രക്ഷകനായ യേശുവിന് നമ്മോടൊപ്പം നടക്കുന്നതിനാൽ മറ്റുള്ളവരുടെ കൂടെ നടക്കുക എന്നതിനാൽ എന്താണ് നമുക്ക് അറിയാം. ഈ ആഴ്ചയിൽ നിങ്ങൾ ഒപ്പം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണ്? നിങ്ങൾ ഏത് വിധത്തിൽ അത് നിറവേറ്റണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്? പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, എൻ്റെ ചുറ്റുമുള്ള ആളുകളുടെ ആവശ്യങ്ങൾ നേരെ കണ്ണു തുറന്നിരിക്കുവാൻ എന്നെ സഹായിക്കണമേ. വാത്സല്യമുള്ള ഒരു സുഹൃത്തായിരിക്കാൻ എന്നെ സഹായിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളുടെ ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.